നമസ്കാരം. കടക്കെണിയിലായ പാകിസ്ഥാനെ കൊണ്ട് കൂട്ടിയാൽ കൂടുന്ന നീക്കമാണോ പ്രതിരോധ ബജറ്റ് ഉയർത്തുക എന്നത്? ഇന്ത്യയുമായുള്ള സമീപകാല സംഘർഷങ്ങൾക്കിടയിലാണ് പാകിസ്ഥാൻ തങ്ങളുടെ പ്രതിരോധ ബജറ്റ് വർദ്ധിപ്പിക്കുന്ന വാർത്തകൾ വരുന്നത്. 2025-26 സാമ്പത്തിക വർഷത്തേക്കുള്ള പ്രതിരോധ ബജറ്റ് സർക്കാർ വർദ്ധിപ്പിക്കുമെന്ന് രാജ്യത്തെ ആസൂത്രണ മന്ത്രി അഹ്സൻ ഇക്ബാൽ തന്നെയാണ് പറയുകയുണ്ടായത്. എന്നാൽ പാകിസ്ഥാൻ കടക്കെണിയിൽ തുടരുകയും രാജ്യം കനത്ത സാമ്പത്തിക അസ്ഥിരതയും ഉയർന്ന പണപ്പെരുവും നേരിടുകയും ചെയ്യുമ്പോഴാണ് ഈ നീക്കം എന്നുകൂടി നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. ഇനി എങ്ങാനും പാകിസ്ഥാൻ പ്രതിരോധ ബജറ്റ് വർദ്ധിപ്പിച്ചാൽ തന്നെ അത് ഇന്ത്യക്ക് മുമ്പിൽ എങ്ങനെയായിരിക്കും നമുക്ക് പരിശോധിക്കാം. പാകിസ്ഥാൻ ആസൂത്രണ മന്ത്രി അഹ്സൻ ഇക്ബാൽ കഴിഞ്ഞ ദിവസം സർക്കാർ പ്രതിരോധ ബജറ്റ് വർദ്ധിപ്പിക്കുമെന്ന് സ്ഥിരീകരിച്ചു കഴിഞ്ഞു. ഭാവിയിൽ നമ്മുടെ രാജ്യത്തെ പ്രതിരോധിക്കാനും അവരുടെ ശേഷി വർദ്ധിപ്പിക്കാനും ഈ ബജറ്റിൽ സായുധ സേനയ്ക്ക് ആവശ്യമായതെല്ലാം നൽകേണ്ടത് നമ്മുടെ ദേശീയ കടമയാണ്. രാത്രിയിൽ നമ്മെ ആക്രമിച്ച അപകടകാരിയായ ഒരു അയൽക്കാരൻ നമുക്കുണ്ടെന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷേ നമ്മൾ അവർക്ക് ഉചിതമായ മറുപടി നൽകി. ഇത് അഹ്സാന്റെ വാക്കുകളാണ്. എന്നാൽ ഇതിൽ ഏറ്റവും രസകരം എന്താണെന്നാൽ പാകിസ്ഥാന്റെ സാമ്പത്തിക പ്രതിസന്ധികൾക്കിടയിലാണ് ഈ നടപടി ഉണ്ടാകാൻ സാധ്യതയുള്ളത്. കഴിഞ്ഞ സാമ്പത്തിക വർഷം ഇസ്ലാമാബാദ് $7.8 ബില്യൺ ബാഹ്യ കടം സേവന പേയ്മെന്റുകൾ നൽകിയതായി രാജ്യത്തിന്റെ സാമ്പത്തിക സർവേ വെളിപ്പെടുത്തിയതാണ്. സർവേ പ്രകാരം രാജ്യം അതിന്റെ മൊത്ത ആഭ്യന്തര ഉൽപാദനത്തിന്റെ 1.9% കടം തിരിച്ചടവിനായിട്ടാണ് ചിലവഴിക്കുന്നത്. പാകിസ്ഥാന്റെ മൊത്തം പൊതുകടം എന്ന് പറയുന്നത് 76 ട്രില്യൺ പാകിസ്ഥാൻ ഡോളറിൽ, അത് ഏകദേശം $269 ബില്യൺ വരും. ഇത് 2020-21 മുതൽ ഇത് ഏകദേശം ഇരട്ടിയിലുമാണ്. ഇതിൽ ഇസ്ലാമാബാദ് മറ്റ് രാജ്യങ്ങൾക്കും ബഹുരാഷ്ട്ര ഏജൻസികൾക്കും $87.4 ബില്യൺ കടപ്പെട്ടിരിക്കുന്നു. പാകിസ്ഥാൻ ചൈനയ്ക്ക് തന്നെ $15 ബില്യൺ നൽകാനുണ്ട്. ഉഭയകക്ഷി വായ്പ നൽകുന്നവരിൽ ഏറ്റവും വലിയ തുകയാണിത്. തൊട്ടു പിന്നാലെ $3 ബില്യൺ ജപ്പാൻ, $1 ബില്യണിലധികം ഫ്രാൻസ് എന്നിവയെല്ലാം ഉണ്ട്. പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്ന് ഓപ്പറേഷൻ സിന്ദൂറിന് കീഴിൽ ഇന്ത്യ നടത്തിയ ആക്രമണങ്ങളിൽ പാകിസ്ഥാൻ വ്യോമത്താവളങ്ങൾക്കും വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾക്കും കാര്യമായ നാശനഷ്ടങ്ങൾ സംഭവിച്ച സാഹചര്യത്തിലാണ് ഷഹബാസ് ഷെരീഫ് സർക്കാരിന്റെ സൈനിക ബജറ്റ് ഉയർത്താനുള്ള ഈ നീക്കം. പാകിസ്ഥാൻ വരുന്ന സാമ്പത്തിക വർഷത്തിലേക്കുള്ള വാർഷിക ബജറ്റ് കഴിഞ്ഞ ദിവസമാണ് അവതരിപ്പിച്ചത്. ഇത് 17.6 ട്രില്യൺ PKR ബജറ്റ് ആയിരിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. റോയിട്ടേഴ്സ് റിപ്പോർട്ട് പ്രകാരം രാജ്യത്തിന്റെ പ്രതിരോധ ബജറ്റിൽ ഏകദേശം 20% വർധനവുണ്ടാകുമെന്ന് വിശകലന വിദഗ്ധരും അഭിപ്രായപ്പെടുന്നുണ്ട്. കഴിഞ്ഞ വർഷം പാകിസ്ഥാൻ പ്രതിരോധ ബജറ്റ് 16.4% വർദ്ധിപ്പിച്ചിരുന്നത്. 2024-25 സാമ്പത്തിക വർഷത്തിൽ പ്രതിരോധത്തിനായി പാകിസ്ഥാൻ 2.1 ട്രില്യൺ PKR ആണ് അനുവദിച്ചത്. അതിൽ ഉപകരണങ്ങൾക്കും മറ്റ് ആസ്തികൾക്കുമായി $2 ബില്യൺ ഉൾപ്പെടുന്നത്. സ്റ്റോക്ക്ഹോം ഇന്റർനാഷണൽ പീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ കണക്കുകൾ പ്രകാരം 24-25 വർഷത്തിൽ രാജ്യത്തിന്റെ സൈനിക ചെലവ് $10.2 ബില്യൺ ആയിരുന്നു. ഇന്ത്യയുടെ സാങ്കേതികമായി പുരോഗമിച്ച ശക്തികളെ നേരിടാൻ ഇസ്ലാമാബാദ് അതിന്റെ പ്രതിരോധ ചെലവ് ആണവശേഷി നിലനിർത്തുന്നതിലും മിസൈൽ സംവിധാനങ്ങൾ വികസിപ്പിക്കുന്നതിലുമാണ് കേന്ദ്രീകരിച്ചിട്ടുള്ളത്. മൊബൈൽ റോക്കറ്റ് സംവിധാനങ്ങളുടെ കാര്യത്തിൽ മാത്രമാണ് പാകിസ്ഥാന് സത്യം പറഞ്ഞാൽ ഇന്ത്യയേക്കാൾ മുൻതൂക്കമുള്ളത്. ഇന്ത്യയുടേത് 264-നേക്കാൾ 600% മുൻതൂക്കമുണ്ടെന്ന് ഇക്കണോമിക് ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇതിനൊക്കെ പുറമെ ഇന്ത്യക്ക് പാകിസ്ഥാനേക്കാൾ വലിയ സൈന്യമുണ്ട്. പ്രത്യേകിച്ചും പ്രതിരോധ ചെലവ് ഇന്ത്യക്ക് കൂടുതലാണ്. 2025-26 സാമ്പത്തിക വർഷത്തേക്ക് പ്രതിരോധ ചെലവിനായി ഇന്ത്യ നീക്കിവച്ചിരിക്കുന്നത് $78.7 ബില്യൺ ആണ്. അത് മുൻവർഷത്തേക്കാൾ 9.5% വർധനയുള്ളത്. SIPRI ഡാറ്റ പ്രകാരം 2024-25 ഇന്ത്യയുടെ സൈനിക ചെലവ് $86.1 ബില്യൺ ആയിരുന്നു. ഇത് ലോകത്തെ 5ാമത്തെ വലിയ സൈനിക ചെലവുള്ള രാജ്യമായി നമ്മുടെ ഇന്ത്യയെ മാറ്റുകയാണ്. ലോകത്തിലെ ഏറ്റവും ജനസംഖ്യയുള്ള രാജ്യത്തിന്റെ പ്രതിരോധ ബജറ്റ് കഴിഞ്ഞ ദശകത്തിലാണ് ഇത്രയധികം വളർന്നത്. 2013 ഇന്ത്യയുടെ സൈനിക ചെലവ് $41 ബില്യൺ ആയിരുന്നു. മാക്രോ ട്രെൻഡ്സിൽ നിന്നുള്ള ഡാറ്റ പ്രകാരം 2024 ആകുമ്പോഴേക്കും ഇത് ഏകദേശം ഇരട്ടിയായി $80 ബില്യൺ എത്തി. വിദേശ വിതരണക്കാരെ ആശ്രയിക്കുന്നത് കുറയ്ക്കുന്നതിനായി ആയുധ സംവിധാനങ്ങളുടെ ആഭ്യന്തര ഉൽപ്പാദനം വികസിപ്പിച്ചുകൊണ്ട് ഇന്ത്യ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുന്നുമുണ്ട്. റാഫേൽ യുദ്ധവിമാനങ്ങൾ പോലുള്ള പ്രധാന വാങ്ങലുകൾ നടത്തി വ്യോമശക്തിയും അത്രത്തോളം വർദ്ധിപ്പിച്ചിട്ടുണ്ട്.
മനുഷ്യശക്തിയുടെ കാര്യത്തിൽ ഇന്ത്യയിൽ 14.5 ലക്ഷം സജീവ സൈനികരുണ്ട്. എതിരാളിയായ അയൽക്കാരുടേതാകട്ടെ 6,54,000 മാത്രമാണ്. ഇന്ത്യക്ക് 730 യുദ്ധസജ്ജ വിമാനങ്ങളുണ്ട്. അതേസമയം പാകിസ്ഥാൻ ആകട്ടെ 452 സൈനിക വിമാനങ്ങളുമുണ്ട്. ഇന്ത്യയുടെ സൈന്യത്തിന് 4,201 ടാങ്കുകളും ഏകദേശം 1,49,000 കവചിത വാഹനങ്ങളുമുണ്ട്. പാകിസ്ഥാൻ ആകട്ടെ 2,627 ടാങ്കുകളും 17,500 കവചിത യൂണിറ്റുകളും മാത്രമേ ഉള്ളൂ. ഇന്ത്യയുടെ നാവികശക്തിയും പാകിസ്ഥാനേക്കാൾ എത്രയോ മികച്ചതാണ്. ഇന്ത്യൻ നാവികസേനയ്ക്ക് 2 വിമാനവാഹിനി കപ്പലുകൾ, 18 അന്തർവാഹിനികൾ, 13 ഡിസ്ട്രോയറുകൾ എന്നിവയുൾപ്പെടെ 293 കപ്പലുകളുണ്ട്. മറുവശത്ത് പാകിസ്ഥാൻ ആകട്ടെ 121 കപ്പലുകളും. എന്നാൽ അവർക്ക് വിമാനവാഹിനി കപ്പലുകളോ നശീകരണ കപ്പലുകളോ ഇല്ല. ഇതാണ് അപ്പോൾ പാകിസ്ഥാന്റെ സൈനിക ശക്തി എന്ന് പറയുന്നത്. ഇന്ത്യയുടെ വാലിൽ കെട്ടാൻ കൊള്ളുമോ എന്ന് ചോദിച്ചാൽ ഒറ്റ വാക്കിൽ, ഒറ്റ സെക്കൻഡിൽ ഇല്ല എന്ന് തന്നെ പറയാം. അപ്പോൾ ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റിൽ രേഖപ്പെടുത്തൂ. പുതിയ വാർത്തയും വിഷയവുമായി വീണ്ടും എത്തും വരെ നന്ദി.